എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാജ്യത്തെ നടുക്കിയ ഒരു കൊലപാതകമാണ് ഇന്നത്തെ വീഡിയോയിലെ പ്രധാനപ്പെട്ട വിഷയം. ഈ പുറകിൽ കാണുന്ന രണ്ട് വ്യക്തികളുടെ പേരാണ് ഒന്ന് സോണം കപൂർ, ഒന്ന് രാജാ രഘുവംശി. കഴിഞ്ഞ മെയ് 10 ഇവരുടെ വിവാഹം. ഇവരുടെ രണ്ടുപേരുടെയും സ്വദേശം മധ്യപ്രദേശിലെ ഇൻഡോർ ആണ്. മെയ് 10 ഇവരുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇവർ മെയ് 21 ഹണിമൂണിന് വേണ്ടി മേഘാലയയിലെ ഷില്ലോങ്ങിലേക്ക് പോയി. അതിനുശേഷം മെയ് 23 ഇവരെ രണ്ടുപേരെയും കാണാതാകുന്നു. പോലീസ് ഊർജിതമായിട്ടുള്ള അന്വേഷണം നടത്തുന്നു. ഈ ജൂൺ 2 ഈ പറഞ്ഞ രാജാ രഘുവംശിയെ മരണപ്പെട്ട നിലയിൽ അവിടെ കണ്ടെത്തുന്നു. ഈ വിവാഹ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ പയ്യന്റെ, അതായത് രാജാ രഘുവംശിയുടെ സഹോദരിയാണ്. സഹോദരിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ആണ് നിങ്ങൾ ഈ കണ്ടത്. ഈ ഒരു വിവാഹ വീഡിയോ കാണുന്ന സമയത്ത് എന്തെങ്കിലും പ്രത്യേകത നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ടോ? അതായത് ഈ വധുവിന്റെയും വരന്റെയും മുഖത്ത് എന്തെങ്കിലും ഭാവവ്യത്യാസം ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് ഒരു ഭാവവ്യത്യാസം ഉള്ളതായിട്ട് തോന്നുന്നില്ല. ഇവരുടെ വിവാഹം നടന്നത് മാട്രിമോണി വഴി ഇവരെ കണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ട് ഇവർ വിവാഹം കഴിച്ചതാണ്. വളരെ ആഡംബരപൂർണമായിട്ടുള്ള വിവാഹമായിരുന്നു. ഇൻഡോർ വെച്ചായിരുന്നു വിവാഹം. അത് വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് 21 അതായത് മെയ് 10 ഇവരുടെ വിവാഹം കഴിഞ്ഞത്. മെയ് 21 ഇവർ നേരെ മേഘാലയയിലെ ഷില്ലോങ്ങിലേക്ക് ഹണിമൂണിന് വേണ്ടി പോവുകയാണ്. ഇവിടെ ഒരു കാര്യം എടുത്തു പറയേണ്ടതുള്ളത്, ഇവര് ഹണിമൂണിന് വേണ്ടി പോകാൻ നിശ്ചയിച്ചിരുന്ന സ്ഥലം കാശ്മീരാണ്. എന്നാൽ ഈ പറഞ്ഞ സോണം കപൂറിന്റെ നിർബന്ധ പ്രകാരമാണ് മേഘാലയയിലെ ഷില്ലോങ്ങിലേക്ക് പോയത്. അപ്പോൾ ഇവർ പോയ സമയത്ത് ഒരു സൈഡിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് മാത്രമേ എടുത്തുള്ളൂ, റിട്ടേൺ ടിക്കറ്റ് എടുത്തില്ല. അതിനുശേഷം ഇവര് അവിടെ ചെന്നൊരു ഹോം സ്റ്റേയിൽ താമസിക്കുകയും അവിടെ നിന്നൊരു ബൈക്ക് വാടകയ്ക്ക് എടുത്ത് ഈ സ്ഥലങ്ങളൊക്കെ കാണുവാൻ വേണ്ടി പോവുകയും ചെയ്തു. അപ്പോൾ ഇവരെ രണ്ടുപേരെയും കാണാതായതിനു ശേഷം പോലീസ് ഊർജിതമായിട്ട് അന്വേഷണം നടത്തിയ സമയത്ത് ഈ ഹോം സ്റ്റേയിൽ വരുന്നതും ഈ ബൈക്കിൽ സഞ്ചരിക്കുന്നതുമായിട്ടുള്ള CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഈ ഒരു സംഭവം നടന്നതിന് ശേഷം മേഘാലയ പോലീസ് കാര്യമായിട്ടുള്ള അന്വേഷണം ഒന്നും തന്നെ നടത്തിയില്ല. വലിയ രീതിയിലുള്ള മന്ദഗതിയായിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അതായത് ഇവര് മെയ് 21 അവിടെ ചെല്ലുന്നു, മെയ് 23 ഇവരെ കാണാതാകുന്നു. അതിനുശേഷം ഇവരെ കുറിച്ച് യാതൊരു വിധമായിട്ടുള്ള വിവരവുമില്ല. ഇവരുടെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആണ്. ഇവരെ കണ്ടെത്തുവാനേ സാധിക്കുന്നില്ല. അങ്ങനെ ഈ കുടുംബം, അതായത് ഈ പറഞ്ഞ രാജാ രഘുവംശിയുടെ കുടുംബം ഒരു ബിസിനസ് കുടുംബമാണ്. ഇവര് മധ്യപ്രദേശത്തെ മുഖ്യമന്ത്രിയെ പോയി കാണുകയും അങ്ങനെ അവിടെ നിന്നും മുഖ്യമന്ത്രി ഈ മേഘാലയയിലെ മുഖ്യമന്ത്രിയെ വിളിക്കുകയും അങ്ങനെ ഇടപെടൽ നടത്തിയതിനു ശേഷമാണ് ഊർജിതമായിട്ടുള്ള അന്വേഷണം നടത്തിയത്. ഇങ്ങനെ ഇടപെടലൊക്കെ നടത്തിയതിന്റെ ഭാഗമായിട്ട് പോലീസ് ഊർജിതമായിട്ടുള്ള അന്വേഷണം നടത്തുകയും അങ്ങനെ ജൂൺ 2 രാജാ രഘുവംശിയുടെ മൃതശരീരം ഒരു കൊക്കയുടെ സൈഡിൽ നിന്നും കണ്ടെടുക്കുകയും ചെയ്തു. അവിടുത്തെ ഭൂപ്രകൃതിയൊക്കെ അത്തരത്തിലുള്ളതാണ്. വളരെ കാണാൻ ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഈ ഷില്ലോങ് എന്ന് പറയുന്ന സ്ഥലം, അതായത് മേഘാലയയിലെ ഷില്ലോങ്. അവിടെ നിന്നും ഈ രാജാ രഘുവംശിയുടെ മൃതശരീരം കിട്ടിയെങ്കിലും ഈ പറഞ്ഞ ഈ പെൺകുട്ടിയുടെ യാതൊരു വിധമായിട്ടുള്ള വിവരങ്ങളും അവർക്ക് കണ്ടെത്തുവാൻ വേണ്ടി സാധിച്ചില്ല. ഈ രാജാ രഘുവംശിയുടെ ശരീരം അതായത് ഒത്തിരി ദിവസം പഴക്കമുള്ളതായിരുന്നു. അതായത് പഴുത്ത് വീർത്ത ഒരു രൂപത്തിലായിരുന്നു ഇരുന്നത്. എന്നാൽ ആ രാജാ രഘുവംശിയുടെ ശരീരത്തിൽ നിന്നും യാതൊരു വിധമായിട്ടുള്ള സ്വർണങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും കണ്ടെത്തുവാൻ വേണ്ടി സാധിച്ചില്ല. അപ്പോൾ പോലീസ് ഒരു നിഗമനത്തിലെത്തി, ആരോ ഇവരുടെ ശരീരത്തിൽ കിടന്ന സ്വർണങ്ങളൊക്കെ മോഷ്ടിക്കുവാൻ വേണ്ടി ഇവരെ അപായപ്പെടുത്തിയതാണ്. അപ്പോൾ ഈ പറഞ്ഞ രാജാ രഘുവംശിയെ കൊന്നതിന് ശേഷം ഈ സോണം കപൂറിനെ തട്ടിക്കൊണ്ടുപോയതായിരിക്കാം എന്നുള്ള നിഗമനത്തിലാണ് ആദ്യം പോലീസ് എത്തിയത്. രാജാ രഘുവംശിയുടെ മൃതശരീരം കിട്ടി തൊട്ടടുത്ത ദിവസം ഉത്തർപ്രദേശിലെ ഗാസിപ്പൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള ഒരു ധാബയില് രാത്രി 1 മണിക്ക് ഈ സോണം കപൂറിനെ കണ്ടെത്തിയാണ് ചെയ്തത്. അപ്പോൾ അവിടെ ഈ ധാബ നടത്തുന്ന ആൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ സോണം കപൂർ രാത്രി 1 മണിക്ക് ഈ ധാബയിലേക്ക് കയറി ചെന്നതിന് ശേഷം പറഞ്ഞു, എന്നെ ഒരുപാട് ആളുകൾ ആക്രമിക്കാൻ ശ്രമിച്ചു. ഞാൻ കുറച്ച് ദിവസം ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ രക്ഷപ്പെട്ട് ഇവിടെ വന്നതാണ്. എൻ്റെ കയ്യിൽ ഫോണോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്കൊരു ഫോൺ ചെയ്യണം, എൻ്റെ വീട്ടിലേക്ക് ഒരു ഫോൺ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഫോൺ നൽകണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ ആ ധാബയിലെ മുതലാളി ഈ പെൺകുട്ടിക്ക് ഫോൺ നൽകുകയും ചെയ്തു. ആ ഫോണിൽ നിന്നും ഈ പെൺകുട്ടിയുടെ സഹോദരനെ വിളിച്ചു. അപ്പോൾ സഹോദരൻ പറഞ്ഞു അതിന്റെ മുതലാളിയുടെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ മുതലാളിയുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ എത്രയും പെട്ടെന്ന് പോലീസിൽ അറിയിക്കാൻ പറഞ്ഞു. അങ്ങനെ പോലീസിൽ അറിയിക്കുകയും അങ്ങനെ പോലീസുകാർ വന്ന് ഈ പെൺകുട്ടിയെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. പിന്നീട് മേഘാലയ പോലീസ് UP-യിൽ എത്തുകയും ഈ പെൺകുട്ടിയെ മേഘാലയയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. അതിനുശേഷം ഈ പെൺകുട്ടിയെ വിശദമായിട്ട് ചോദ്യം ചെയ്തു.
ഇവിടെ ഏറ്റവും വലിയ വഴിത്തിരിവായത് രണ്ട് കാര്യങ്ങളാണ്. അതായത് ഈ ഒരു പെൺകുട്ടി അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ ഭർത്താവും ഒരു മലമുകളിലേക്ക് കയറി പോകുന്നത് അവിടെ ഒരു ഗൈഡ് കണ്ടു. അപ്പോൾ ആ ഗൈഡ് പോലീസുകാരുടെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവര് രണ്ടുപേരും കൂടെ തനിച്ചാണ് ആദ്യം പോയതെങ്കിലും ഒരു പ്രദേശത്ത് വെച്ച് അവരോടൊപ്പം 3 പേരും കൂടെ പോകുന്നതായിട്ട് കണ്ടു. അവര് വളരെ സൗഹാർദ്ദപൂർവ്വം സംസാരിച്ചിട്ടാണ് മുകളിലേക്ക് പോയത് എന്നാണ് പറഞ്ഞത്. പിന്നീട് ഇവര് താഴേക്ക് ഇറങ്ങി വരുന്നത് കണ്ടില്ല എന്നാണ് പറയുന്നത്. അതിനുപരിയായിട്ട് ഈ രാജാ രഘുവംശിയുടെ മാതാവ് ഈ പോലീസിനൊരു മൊഴി നൽകി. അത് പറഞ്ഞത് ഈ പെൺകുട്ടിയെ ഈ ഒരു സമയത്ത്, അതായത് ഈ 23-ാം തീയതി ഇവരെ കാണാതാവുന്ന ദിവസം വിളിച്ചതിന് ശേഷം നിങ്ങൾ എവിടാണെന്ന് ചോദിച്ച സമയത്ത് ഞങ്ങൾ ഇങ്ങനെ ഒരു മലമുകളിലേക്ക് ഒരു വെള്ളച്ചാട്ടം കാണുവാൻ വേണ്ടി പോവുകയാണ്, അപ്പോൾ ആ സ്ഥലത്തേക്ക് പൊക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ രാജാ രഘുവംശിക്ക് കൊടുക്കാൻ പറഞ്ഞ സമയത്ത് ഈ സോണം കപൂർ ഒഴിഞ്ഞു മാറി എന്നാണ് ഈ രാജാ രഘുവംശിയുടെ മാതാവ് പറയുന്ന ഒരു കാര്യം. ഇവരെ കാണാതായ ദിവസം തന്നെ ഇവരുടെ രണ്ടുപേരുടെയും ഫോണുകൾ സ്വിച്ച് ഓഫ് ആയി പോയി. അതിനുശേഷം ഈ പെൺകുട്ടിയെ കസ്റ്റഡി എടുത്തതിന് ശേഷം ഈ ഫോണുകൾ കണ്ടെടുക്കുകയാണ് ചെയ്തത്. ഈ പെൺകുട്ടിയെ ചോദ്യം ചെയ്തതിന്റെ ഭാഗമായിട്ട് ഫോണുകൾ കണ്ടെടുത്തു. അതിനുശേഷം ഈ സോണം കപൂറിന്റെ ഫോണ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും വാട്സപ്പിലെ ചാറ്റുകൾ വീണ്ടെടുക്കുകയും ചെയ്തു പോലീസ്. അപ്പോഴാണ് ഒരു വലിയ വഴിത്തിരിവ് ഉണ്ടായത്. രാജ് കുശ്വാഗ എന്ന് പറയുന്ന ഒരാളുമായിട്ട് ഈ സോണം കപൂർ ഈ വാട്സപ്പ് വഴി ചാറ്റ് ചെയ്തിരിക്കുന്നു. അതിനകത്ത് പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭർത്താവ് തന്നോട് അടുക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള രീതിയിലുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഭർത്താവിനെ വകവരുത്തുന്ന കാര്യത്തെക്കുറിച്ചും ഈ ഇദ്ദേഹത്തോട് സംസാരിച്ചിരിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ ആളിനെ അന്വേഷിച്ച് പോലീസ് എത്തിയപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഈ പറയുന്ന സോണം കപൂറിന്റെ പിതാവിന്റെ കമ്പനിയിലെ അക്കൗണ്ടന്റ് ആണ് ഈ പറഞ്ഞ രാജ് കുശ്വാഗ എന്ന് പറയുന്ന വ്യക്തി. ഇവർ തമ്മിൽ ഒരുപാട് കാലമായിട്ട് അടുപ്പമുണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിക്ക് മറ്റുള്ള ഒരുപാട് ആളുകളുമായിട്ടും അടുപ്പമുണ്ടായിരുന്നു എന്നും പോലീസ് പറയുന്നുണ്ട്. അങ്ങനെ രാജ് കുശ്വാഗയെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോഴാണ് കാര്യങ്ങൾ വ്യക്തമായത്. അതായത് ഈ പറഞ്ഞ സോണം കപൂറും രാജ് കുശ്വാഗയുടെ പ്ലാൻ ചെയ്തിട്ടാണ് ഈ പെൺകുട്ടിയുടെ ഭർത്താവിനെ അങ്ങനെ ഷില്ലോങ്ങിലേക്ക് എത്തിക്കുന്നത്, മേഘാലയയിലെ ഷില്ലോങ്ങിലേക്ക് എത്തിക്കുന്നത്. അവിടെ എത്തിച്ചതിന് ശേഷം ഈ സോണം കപൂർ ഈ രാജ് കുശ്വാഗയ്ക്ക് ഇവരെവിടേക്കാണ് പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ലൊക്കേഷനൊക്കെ അയച്ചു കൊടുക്കുകയും ഇവര് രണ്ടുപേരും കൂടെ തീരുമാനമെടുത്ത് നിയോഗിച്ച ഒരു കൊട്ടേഷൻ സംഘം അവിടെ എത്തുകയും അങ്ങനെ ഈ പറഞ്ഞ ആളെ, അതായത് ഈ പെൺകുട്ടിയുടെ ഭർത്താവിനെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയാണ് അവിടെ വെച്ച് ചെയ്തത്. ഈ രാജ് കുശ്വാഗ ഈ പറഞ്ഞ സോണം കപൂർ പറഞ്ഞിട്ടാണ്, അതായത് ഇവർ രണ്ടുപേരുടെ പ്ലാൻ ചെയ്തിട്ടാണ് ഇദ്ദേഹത്തെ വകവരുത്തിയത് എന്ന് പറയുന്നുവെങ്കിലും ഈ സോണം കപൂർ പോലീസിന് മുന്നിൽ ഇതൊന്നും സമ്മതിച്ചിട്ടില്ല ഇതുവരെ. ആ പെൺകുട്ടി പറയുന്നത് ഞാൻ തെറ്റുകാരിയല്ല, എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല, ഞാൻ അവിടെ വെച്ച് ബോധം കെട്ട് പോയതാണ്, അതായത് ഞങ്ങളുടെ സ്വർണം കൗരുവാൻ വേണ്ടി 2-3 പേര് വന്ന് ശ്രമിച്ചു, അതിന്റെ ഭാഗമായിട്ട് എന്നെ ബോധം കെടുത്തി, പിന്നീട് എനിക്ക് ഓർമ്മയൊന്നുമില്ല, പിന്നീട് ഞാൻ ഉത്തർപ്രദേശിലെ ഈ ദാവയിലാണ് ചെല്ലുന്നത് എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. എന്നാൽ പോലീസ് ആ ഒരു മൊഴി മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല. ഈ പെൺകുട്ടി കാര്യങ്ങളൊന്നും തുറന്നു പറയുന്നില്ല. എന്നാൽ ഈ പറഞ്ഞ രാജ് കുശ്വാഗ ഈ കാര്യങ്ങളൊക്കെ സമ്മതിച്ചിട്ടുണ്ട്. ഇവര് തമ്മിൽ പ്ലാൻ ചെയ്ത് ഇവർ ഒരുമിച്ച് താമസിക്കുവാൻ വേണ്ടി ഇദ്ദേഹത്തെ വകവരുത്തിയതാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസിന്റെ മുന്നിൽ സമ്മതിച്ചിരിക്കുന്നത്. എന്നാൽ ഈ പെൺകുട്ടി എങ്ങനെയാണ് ഈ മേഘാലയയിലെ ഷില്ലോങ്ങിൽ നിന്നും ഈ പറഞ്ഞ ഉത്തർപ്രദേശിലെ ദാവയിൽ എത്തിയത് എന്നതിനെ കുറിച്ച് ഒരു വിവരവും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. രാജാ രഘുവംശിയെ കൊല്ലുവാൻ വേണ്ടി കൊട്ടേഷൻ എടുത്ത 3 പേരെയും അതോടൊപ്പം തന്നെ ഈ രാജ് കുശ്വാഗയും ഈ സോണം കപൂറിനെയുമാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. രാജാ രഘുവംശിയുടെ ഒരു ദുരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. അതായത് ഇദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്, നല്ല പണമൊക്കെ ഉള്ള ആളാണ്. അങ്ങനെ ആഗ്രഹത്തോടു കൂടി ഒരു പെൺകുട്ടി വിവാഹം കഴിക്കുകയാണ്. മെയ് 10 വിവാഹം കഴിക്കുന്നു, മെയ് 23 കൊല്ലപ്പെടുന്നു. തന്റെ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് വിവാഹം കഴിച്ചതായിട്ട് നമുക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.